Good morning. In this video, we are going to discuss about types of variances. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേരിയൻസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. വേരിയൻസ് അനാലിസിസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ വേരിയൻസിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് വേരിയൻസസ്. നോർമലി there are two types of variances that they are കോസ്റ്റ് വേരിയൻസസ് ആൻഡ് സെയിൽസ് വേരിയൻസസ്. മെയിനായിട്ടും വേരിയൻസസിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് പറയാനുള്ളത്. കോസ്റ്റ് വേരിയൻസസ് അതുപോലെ സെയിൽസ് വേരിയൻസസ്. അതിൽ നമുക്കിവിടെ പഠിക്കാനുള്ളത് കോസ്റ്റ് വേരിയൻസസിനെ കുറിച്ച് മാത്രമാണ്. ഓക്കെ, ഇവിടെ കോസ്റ്റ് വേരിയൻസിനെ നമ്മൾ ഇതിൻ്റെ വീണ്ടും 3 ക്ലാസിഫിക്കേഷൻ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ മെറ്റീരിയൽ വേരിയൻസസ്, ദെൻ ലേബർ വേരിയൻസസ് ആൻഡ് ഓവർ ഹെഡ് വേരിയൻസസ്. ഓക്കെ, ഇതിൽ മെറ്റീരിയൽ വേരിയൻസസ് അല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ടും മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസസ് എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, പോപ്പുലർലി നോൺ ആസ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസസ്. ദെൻ ഈ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും 3 ക്ലാസിഫിക്കേഷൻ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസസ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസസ് ആൻഡ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. അങ്ങനെ 3 ക്ലാസിഫിക്കേഷനാണ് വീണ്ടും പറയാനുള്ളത്. അതിൽ എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസസ് നോക്കാം. Okay, material cost variance is the difference between standard cost of material specified for the output achieved and the actual cost of material used. അതായത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ മെറ്റീരിയൽ അതിന് നമ്മളൊരു സ്റ്റാൻഡേർഡ് കോസ്റ്റും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുപോലെ ആക്ച്വൽ കോസ്റ്റും ഫിക്സ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് അച്ചീവ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റും അതുപോലെ നമ്മുടെ ആക്ച്വൽ മെറ്റീരിയൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് അതുപോലെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ്. എന്താണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദറ്റ് പാർട്ട് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ്. അതായത് മെറ്റീരിയൽ പ്രൈസ് ആണ് അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ തേർഡ് വൺ മെറ്റീരിയൽ യൂസേജ് വേരിയൻസസ്. അവിടെ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഏത്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും അതുപോലെ ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഏത്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസസ്. നമുക്ക് അതിൽ പേര് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആകുമ്പോൾ എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയലും അതുപോലെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയലും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ദെൻ പ്രൈസ് ആകുമ്പോൾ എങ്ങനെയാണ്, പ്രൈസ് വേരിയൻസ് ആകുമ്പോൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൽ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആകുമ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റിയും അതുപോലെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, then in addition to the above types there are 2 types of material variances, namely material mix variances and material yield variances. നമ്മൾ മുകളിൽ പറഞ്ഞ ടൈപ്സിന് പുറമെ മെറ്റീരിയൽ വേരിയൻസസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, മെറ്റീരിയൽ മിക്സ് വേരിയൻസസ് അതുപോലെ മെറ്റീരിയൽ yield വേരിയൻസ്. അങ്ങനെ 2 ക്ലാസിഫിക്കേഷനും കൂടെ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ മെറ്റീരിയൽ മിക്സ് വേരിയൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ material mix variances arises only when different materials are mixed to manufacture a product. അതായത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് നമ്മളവിടെ യൂസ് ചെയ്യുന്നതിന് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഡിഫറെൻറ്റ് മെറ്റീരിയൽ മിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്താണ്, ആ സിറ്റുവേഷനിലാണ് നമുക്കിവിടെ മെറ്റീരിയൽ മിക്സ് വേരിയൻസസ് അറൈസ് ചെയ്യുന്നത്. ഓക്കെ, കെമിക്കൽസ്, പെയിൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ മിക്സ് വേരിയൻസസ് ഈസ് എ പാർട്ട് ഓഫ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസസ് വിച്ച് ഈസ് ഡ്യൂ ടു ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ആൻഡ് ആക്ച്വൽ കോമ്പോസിഷൻ ഓഫ് മിക്സ്ചർ. ആ ഒരു മിക്സ്ചറിൻ്റെ സ്റ്റാൻഡേർഡും അതുപോലെ ആക്ച്വൽ മിക്സ്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസസ് ഉണ്ടാവാൻ എറൈസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡും അതുപോലെ ആക്ച്വൽ കോമ്പോസിഷൻ ഓഫ് മിക്സ്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ മിക്സ് വേരിയൻസിൽ പറയുന്നത്. ദെൻ അടുത്ത് പറയുന്നത് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് ആണ്. എന്താണ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്? ഈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഔട്ട്പുട്ട് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈൽഡ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ദിസ് വേരിയൻസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് ഈസ് ദ പാർട്ട് ഓഫ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസസ് വിച്ച് ഈസ് ഡ്യൂ ടു ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഈൽഡ് ആൻഡ് ആക്ച്വൽ ഈൽഡ്. അതായത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും ആക്ച്വൽ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, മെറ്റീരിയൽ ഈൽഡ് വേരിയൻസസിൽ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നത് ലേബർ വേരിയൻസസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
കോസ്റ്റ് വേരിയൻസിൽ 3 ക്ലാസിഫിക്കേഷനാണ്: മെറ്റീരിയൽ വേരിയൻസസ്, ലേബർ വേരിയൻസസ്, ഓവർഹെഡ് വേരിയൻസസ് അല്ലേ. ഇപ്പോൾ മെറ്റീരിയൽ വേരിയൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് ലേബർ വേരിയൻസസ് ആണ്. ഓക്കെ, എന്താണ് ലേബർ വേരിയൻസസിന് പറയുന്നത് നോക്കാം. ദ ലേബർ വേരിയൻസസ് ഓർ വേജ് വേരിയൻസസ് ഈസ് സിമിലർ ടു മെറ്റീരിയൽ വേരിയൻസസ്. അതായത് ലേബർ വേരിയൻസിനെ നമ്മൾ വേജ് വേരിയൻസ് എന്നും കൂടെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? മെറ്റീരിയൽ വേരിയൻസ് പോലെ തന്നെയാണ് പറയാനുള്ളത്. വെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ ഡിഫർ ഫ്രം ആക്ച്വൽ വേജ് കോസ്റ്റ് ദ ലേബർ വേരിയൻസസ് എറൈസസ്. അതായത് സ്റ്റാൻഡേർഡ് ലേബർ കോസ്റ്റും അതുപോലെ ആക്ച്വൽ വേജ് കോസ്റ്റും ലേബർ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിൽ പറയുന്നത്, ലേബർ വേരിയൻസസിൽ പറയുന്നത്. ഓക്കെ, ദെൻ ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലേബർ വേരിയൻസ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലേബർ വേരിയൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലേബർ കോസ്റ്റ് വേരിയൻസസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വേജ് വേരിയൻസസ്. ലേബർ കോസ്റ്റ് വേരിയൻസ് ഈസ് ആൾസോ കോൾഡ് വേജ് വേരിയൻസസ്. ഇവിടെ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ അലൗഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ്ഡ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ. അതായത് അവിടെ ആ ഒരു ഔട്ട്പുട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വന്നിട്ടുള്ള, നമ്മൾ അലൗ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബറും അതുപോലെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, ലേബർ കോസ്റ്റ് വേരിയൻസസിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഈ ലേബർ കോസ്റ്റ് വേരിയൻസസിനെ നമ്മൾ ലേബർ റേറ്റ് വേരിയൻസസ് എന്നും അതുപോലെ ലേബർ എഫിഷ്യൻസി വേരിയൻസസ് എന്നും ഐഡിൽ ടൈം വേരിയൻസസ് എന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് ലേബർ റേറ്റ് വേരിയൻസസ് എന്താ നോക്കാം. ലേബർ റേറ്റ് വേരിയൻസസ് ഓർ ലേബർ റേറ്റ് ഓഫ് പേ വേരിയൻസ്. ഓക്കെ, അത് എങ്ങനെയാണ്? ഇത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, അതേപോലെ തന്നെയാണ്, സിമിലർ ടു മെറ്റീരിയൽ പ്രൈസ് വേരിയൻസസ് തന്നെയാണ് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? It is that part of labor cost variances which arises due to difference between standard rate സ്പെസിഫൈഡ് ആൻഡ് ആക്ച്വൽ റേറ്റ് പെയ്ഡ്. അതായത് സ്റ്റാൻഡേർഡ് റേറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് റേറ്റും അതുപോലെ നമ്മൾ ആക്ച്വലി പേ ചെയ്യുന്ന റേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇത് ലേബർ റേറ്റ് വേരിയൻസസിൽ പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ലേബർ എഫിഷ്യൻസി വേരിയൻസസ്. ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഹവേഴ്സ് സ്പെസിഫൈഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് ആൻഡ് ആക്ച്വൽ അവേഴ്സ് സ്പെൻഡ്. അതായത് സ്റ്റാൻഡേർഡ് ഹവേഴ്സും ആക്ച്വൽ അവേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അതിനെയാണ് നമ്മളിന്ന് പറയുന്നത് ലേബർ അവേഴ്സ്. ലേബർ എഫിഷ്യൻസി വേരിയൻസിൽ പറയുന്നത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഹവേഴ്സാണ് അവിടെ നോക്കുന്നത് അല്ലേ. സ്റ്റാൻഡേർഡ് ഹവേഴ്സ് സ്പെസിഫൈഡ് ഫോർ ദി ആക്ച്വൽ ഔട്ട്പുട്ട്. ആ ആക്ച്വൽ ഔട്ട്പുട്ട് വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഹവേഴ്സും അതുപോലെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആക്ച്വൽ ഹവേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് ലേബർ എഫിഷ്യൻസി വേരിയൻസിൽ പറയുന്നത്. ദെൻ തേർഡ് വൺ, ഐഡിൽ ടൈം വേരിയൻസ്. ഐഡിൽ ടൈം എന്ന് പറയുമ്പോൾ എന്താ? നമുക്കറിയാം, നമ്മൾ വർക്കിംഗ് ടൈമിൽ വരുന്ന ചെറിയ ചെറിയ ഇടവേളകൾ, അതിനെയാണ് നമ്മൾ ഐഡിൽ ടൈം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ വർക്ക് ചെയ്യാത്ത ആ ഒരു ടൈമിനെയാണ്, വർക്കിംഗ് ടൈമിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന സമയം, അതാണ് ഐഡിൽ ടൈം അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ അബ്നോർമലി ഉണ്ടാകുന്ന ഐഡിൽ ടൈം, അതായത് സിക്നസ്, പവർ ഫെയിലിയർ, മെഷീൻ ബ്രേക്ക് ഡൗൺ, ഇതൊക്കെ അബ്നോർമലി ഉണ്ടാകുന്ന ഐഡിൽ ടൈമാണ് അല്ലേ. അപ്പോൾ ഐഡിൽ ടൈം വേരിയൻസസ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ലേബർ കോസ്റ്റ് വേരിയൻസസ് വിച്ച് അറൈസസ് ഡ്യൂ ടു അബ്നോർമൽ ഐഡിൽ ടൈം ഓഫ് വർക്കേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സിക്നസ്, പവർ ഫെയിലിയർ, മെഷീൻ ബ്രേക്ക് ഡൗൺ എക്സെട്ര. അതായത് ഇവിടെ ഐഡിൽ ടൈം വേരിയൻസസ് റൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അബ്നോർമൽ ഐഡിൽ ടൈം കൊണ്ടുണ്ടാകുന്ന കാരണം, അതായത് സിക്നസ് കൊണ്ടോ അല്ലെങ്കിൽ പവർ ഫെയിലിയർ കാരണം, മെഷീൻ ബ്രേക്ക് ഡൗൺ കാരണമൊക്കെ നമുക്ക് ഐഡിൽ ടൈം ഉണ്ടായിരിക്കാം. അങ്ങനെ ആ സിറ്റുവേഷനിലാണ് നമുക്ക് ഈ ഐഡിൽ ടൈം വേരിയൻസസ് അവിടെ റൈസ് ചെയ്യുന്നത്. ഓക്കെ, when different types or grades of labors are used in the production process, two or more variances are computed. One is labor mix variances and other is labor yield variances. അത് നമ്മൾ എന്താണ്, ഈ ലേബർ വേരിയൻസസിന് വീണ്ടും വേറെ രണ്ട് ക്ലാസിഫിക്കേഷൻ കൂടെ പറയാണ്. ഫസ്റ്റ് വൺ, ലേബർ മിക്സ് വേരിയൻസസ്, LMV. എന്താണ് അവിടെ പറയുന്നത്? ലേബർ മിക്സ് വേരിയൻസസ് ഈസ് പാർട്ട് ഓഫ് ലേബർ എഫിഷ്യൻസി വേരിയൻസ്. ലേബർ എഫിഷ്യൻസി വേരിയൻസിൻ്റെ ഒരു പാർട്ടാണ് ഇത് ലേബർ മിക്സ് വേരിയൻസസ് എന്ന് പറയുന്നത്. ഇറ്റ് അറൈസസ് വെൻ ദർ ഈസ് എ ചാൻസ് ഓഫ് കോമ്പോസിഷൻ ഓഫ് ലേബർ ഫോഴ്സ്. അതായത് കോമ്പോസിഷൻ ഓഫ് ലേബർ ഫോഴ്സ് എന്നുള്ള ആ ഒരു ഇതുണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലേബർ മിക്സ് വേരിയൻസസ് അവിടെ റൈസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ലേബർ ഈൽഡ് വേരിയൻസ്, LYV. അവിടെ എന്താ പറയുന്നത്? the difference between standard labor output and actual labor output or yield. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും അതുപോലെ സ്റ്റാൻഡേർഡ് ലേബർ ഔട്ട്പുട്ടും അതുപോലെ ആക്ച്വൽ ലേബർ ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇത് ലേബർ ഈൽഡ് വേരിയൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ക്ലാസിഫിക്കേഷനാണ് കോസ്റ്റ് വേരിയൻസിലുള്ളത്. ഫസ്റ്റ് വൺ മെറ്റീരിയൽ വേരിയൻസസ്, ദെൻ ലേബർ വേരിയൻസസ് ആൻഡ് തേർഡ് വൺ ഓവർ ഹെഡ് വേരിയൻസസ്. എന്താണ് ഓവർ ഹെഡ് വേരിയൻസസ് നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് കോസ്റ്റ് ചാർജ് ടു പ്രൊഡക്ഷൻ ആൻഡ് ദി ആക്ച്വൽ ഓവർ ഹെഡ് കോസ്റ്റ് ഇൻക്വേർഡ്. ആ ഒരു പ്രൊഡക്ഷനിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് കോസ്റ്റും അതുപോലെ ആക്ച്വൽ ഓവർ ഹെഡ് കോസ്റ്റ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആക്ച്വൽ ഓവർ ഹെഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്
ഓവർഹെഡ് വേരിയൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോസ്റ്റ് വേരിയൻസസ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു വേരിയബിൾ ഓവർഹെഡ് വേരിയൻസസ് ആൻഡ് ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസസ്. അതിന് നമ്മൾ വേരിയബിൾ ഓവർഹെഡ് വേരിയൻസസ് എന്നും അതുപോലെ ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസസ് എന്നും നമ്മൾ ചെയ്തിട്ടുള്ള 2 ക്ലാസിഫിക്കേഷനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ വേരിയബിൾ ഓവർഹെഡ് വേരിയൻസസിൽ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് എന്താ നോക്കാം. അവിടെ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് ആൻഡ് ദി സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. ആ ഒരു ആക്ച്വൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡും അതുപോലെ സ്റ്റാൻഡേർഡ് വേരിയബിൾ ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇത് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസസിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസിന് വീണ്ടും 2 ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ അതുപോലെ വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസസ്. അങ്ങനെ 2 ക്ലാസിഫിക്കേഷനും കൂടെ പറയുന്നുണ്ട്. നോക്കാം. ദെൻ ഇവിടെ അടുത്ത് പറയുന്നത് വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് ആണ് അല്ലേ. വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് എങ്ങനെയാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദി അലൗഡ് വേരിയബിൾ ഓവർഹെഡ് ആൻഡ് അബ്സോർബ്ഡ് വേരിയബിൾ ഓവർഹെഡ് ആണ്. അലൗഡ് വേരിയബിൾ ഓവർഹെഡും അതുപോലെ അബ്സോർബ്ഡ് വേരിയബിൾ ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തായിട്ട് പറയുന്നത് വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് ആണ്. വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡ് ഇൻക്വേർഡ് ആൻഡ് ദി അലൗഡ് വേരിയബിൾ ഓവർഹെഡ് ആണ്. ഓക്കെ, അവിടെ ബേസ്ഡ് ഓൺ ദി ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ്. ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡിൻ്റെ ബേസിൽ വരുന്ന ആക്ച്വൽ വേരിയബിൾ ഓവർഹെഡും അതുപോലെ അലൗഡ് വേരിയബിൾ ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവിടെ വേരിയബിൾ ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ പറഞ്ഞിട്ടുള്ളത് അവിടെ ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് ആണ്. വേരിയബിൾ ഓവർഹെഡ് വേരിയൻസും ഉണ്ട്, അതുപോലെ ഫിക്സഡും ഉണ്ട്. വേരിയബിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസിൽ ഫസ്റ്റ് പറയുന്നത് ഏതാണ്? ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ആണ്. അതായത് ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് പറയുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡ് ഫോർ ദി ആക്ച്വൽ പ്രൊഡക്ഷൻ ആൻഡ് ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ്. അതായത് നമ്മളവിടെ ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർഹെഡും അതുപോലെ ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസസ് എന്ന് പറയുന്നത്. ഈ ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് നമ്മൾ ഇതിൻ്റെ വീണ്ടും 2 ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസസ് അതുപോലെ ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസസ്. ഓക്കെ, ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസ് പറയുമ്പോൾ അവരുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് അതുപോലെ ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ്. അതായത് നമ്മുടെ ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡും അതുപോലെ ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിൽ പറയുന്നത് ഫിക്സഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസസ് അല്ലെങ്കിൽ ഫിക്സഡ് ഓവർഹെഡ് പ്രൈസ് വേരിയൻസസിൽ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് പറയാനുള്ളത് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ് ആണ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? അതായത് അവിടെ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ഓവർഹെഡ് അബ്സോർബ്ഡ് ആൻഡ് ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് ആണ്. ഫിക്സഡ് ഓവർഹെഡ് അബ്സോർബ്ഡും അതുപോലെ ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഏത്? ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസിൽ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസിന് വീണ്ടും 3 ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഫസ്റ്റ് വൺ കപ്പാസിറ്റി വേരിയൻസ്, ദെൻ എഫിഷ്യൻസി വേരിയൻസ് ആൻഡ് ദെൻ തേർഡ് വൺ കലണ്ടർ വേരിയൻസ്. എന്താണ് കപ്പാസിറ്റി വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇസ് ദ പോർഷൻ ഓഫ് ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസ്. ഫിക്സഡ് ഓവർഹെഡ് വോളിയം വേരിയൻസിൻ്റെ ഒരു പോർഷനാണ് ഇത് കപ്പാസിറ്റി വേരിയൻസ് പറയുന്നത്. വിച്ച് ഈസ് ഡ്യൂ ടു വർക്കിംഗ് അറ്റ് ദി ഹയർ ഓർ ലോവർ കപ്പാസിറ്റി ദാൻ സ്റ്റാൻഡേർഡ്. നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിനെക്കാട്ടിലും നമ്മുടെ കപ്പാസിറ്റി കുറയുക അല്ലെങ്കിൽ അതിനെക്കാട്ടും സ്റ്റാൻഡേർഡിനേക്കാളും കൂടുക. അതിനാണ് ഇതിൽ പറയുന്നത് കപ്പാസിറ്റി വേരിയൻസിൽ പറയുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അനുസരിച്ചിട്ടാണ് അതിന് റിലേറ്റഡ് ആയിട്ടാണ് ഇത് പറയുന്നത് കപ്പാസിറ്റി വേരിയൻസ് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ എഫിഷ്യൻസി വേരിയൻസ്. എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? ഡിഫറൻസ് ബിറ്റ്വീൻ ബഡ്ജറ്റഡ് എഫിഷ്യൻസി ആൻഡ് ആക്ച്വൽ എഫിഷ്യൻസി. ആക്ച്വൽ എഫിഷ്യൻസിൻ്റെയും ബഡ്ജറ്റഡ് എഫിഷ്യൻസിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? എഫിഷ്യൻസി വേരിയൻസിൽ പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ കലണ്ടർ വേരിയൻസ്. കലണ്ടർ വേരിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ആൻഡ് ആക്ച്വൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സും അതുപോലെ ആക്ച്വൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിൽ പറയുന്നത് കലണ്ടർ വേരിയൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് വേരിയൻസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പ്രോബ്ലം ഒന്നും ഇതിൽ വർക്കൗട്ട് ചെയ്യാനില്ല, ജസ്റ്റ് തിയറി പോർഷൻസ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് കൃത്യമായിട്ട് നോക്കുക. അത് ജസ്റ്റ് ഒന്ന് എല്ലാം ഡിഫറൻസ് ആണ് പറയുന്നത്, അല്ല ഓരോന്നിൻ്റെയും ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ടാണ് പറയുന്നത്. സോ അതൊരു ഇക്വേഷൻ മോഡൽ നമ്മൾ എഴുതി പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളാവും. ഓക്കെ,
ദെൻ ഇനി പറയാനുള്ളത് കോസ്റ്റ് കൺട്രോൾ ബൈ ദ യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇനി അവിടെ അടുത്തതായിട്ട് പറയുന്നത്. നമ്മൾ ഇത്ര നേരം അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇവിടെ പറയുന്നുള്ളൂ. അതൊരു ജസ്റ്റ് ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. നോക്കാം, ഇത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് കോസ്റ്റ് കൺട്രോൾ ടെക്നിക്കാണ് അല്ലേ. അപ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ കൺട്രോളിങ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്. അത് അവിടെ മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും ഓവർഹെഡിൻ്റെയും ഒക്കെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ആർക്കുണ്ട്, ഈ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിന് അവിടെ ഉണ്ട്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതായത് ഓരോ എലമെൻറ്റ് ഓഫ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യും, ആ ഒരു സ്റ്റാൻഡേർഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആക്ച്വൽ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യും. കമ്പയർഡ് വിത്ത് the actual cost and compared with the standard cost. Then after that variance നമ്മൾ എന്തെങ്കിലും വേരിയൻസസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് നമ്മളവിടെ അനലൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ്, in other words, in standard costing, cost control is facilitated through variance analysis. അതായത് കോസ്റ്റ് കൺട്രോൾ എങ്ങനെയാണ് അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്, വേരിയൻസ് അനാലിസിസിലാണ്. അതായത് നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, ചിലപ്പോൾ വേരിയൻസസ് ഉണ്ടായിരിക്കാം അല്ലെ. അപ്പോൾ വേരിയൻസ് അനാലിസിസിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് ആഫ്റ്റർ ഐഡൻറ്റിഫൈ ദ കോസസ് ഓഫ് വേരിയൻസ്. നമ്മൾ പറഞ്ഞു എന്തൊക്കെ കോസസ്സാണ്, ആ ഒരു വേരിയൻസസ് ഉണ്ടാവാനുള്ള കോസസ് നമ്മൾ അവിടെ അനലൈസ് ചെയ്യും, ഡീറ്റെയിൽ സ്റ്റഡി നടത്തും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേരിയൻസസ് അവിടെ വേരിയൻസസ് ഉണ്ടാവാനുള്ള കോസസ് നമ്മളവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, മാനേജേഴ്സിനാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ദ മാനേജേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി കോസ്റ്റ് ഇൻക്വേർഡ് ഷുഡ് ബി ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദി വേരിയൻസസ്. ഓക്കെ, ദെൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൺഫേവറബിൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസസ് പർച്ചേസ് മാനേജർ ഈസ് റെസ്പോൺസിബിൾ. ഇപ്പം അൺഫേവറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ പ്രൈസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അപ്പോൾ വേരിയൻസ് ഉണ്ടാവുകയാണ് അല്ലേ. നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് പ്രൈസിനെക്കാട്ടിലും കൂടുതൽ എന്ത് വന്നു, മെറ്റീരിയൽ പ്രൈസ് അവിടെ വന്നു. സോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, പർച്ചേസ് മാനേജർക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. അപ്പോൾ ഓരോ സെക്ഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഓരോ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അതായത് മാനേജേഴ്സിനാണ് എന്ത് ചെയ്യുന്നുള്ളത്, ആ ഒരു വേരിയൻസസിന് എന്തെങ്കിലും വേരിയൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത് മാനേജേഴ്സിനാണ്. ദസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അൺഫേവറബിൾ വേരിയൻസസ് ഈസ് ഫിക്സ്ഡ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അൺഫേവറബിൾ വേരിയൻസസിൻ്റെ റെസ്പോൺസിബിലിറ്റി അവിടെ ഫിക്സ്ഡ് ആണ്. പിന്നെ പറയാനുള്ളത് സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് കോസ്റ്റ് കൺട്രോൾ. അതായത് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത് കോസ്റ്റ് കൺട്രോളിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണെന്നാണ് പറയുന്നത്. അണ്ടർ പ്രിഡിറ്റർമൈൻഡ് ഓർ സ്റ്റാൻഡേർഡ് റേറ്റ്സ് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് റോ മെറ്റീരിയൽ ക്യാൻ ഹെൽപ്പ് മാനേജ്മെൻറ്റ് ഇൻ ഫോർകാസ്റ്റിംഗ് ദെയർ കോസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ പീരീഡ് ആൻഡ് കമ്പയർ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് വിത്ത് ആക്ച്വൽ കോസ്റ്റ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദി ജോബ്. എന്താണ് അവിടെ മാനേജേഴ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്യണം അവരുടെ കോസ്റ്റ്, ഫ്യൂച്ചറിൽ അവർക്ക് ഉണ്ടാകാനുള്ള കോസ്റ്റ് അവർ ഫോർകാസ്റ്റ് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാണ്. ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്റ്റാൻഡേർഡിനെ അവർ ആക്ച്വൽ കോസ്റ്റുമായിട്ട്, അതായത് അവരുടെ വർക്ക് ജോബ് കംപ്ലീറ്റ് ആയതിനു ശേഷം അവരുടെ ആക്ച്വൽ കോസ്റ്റുമായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ത് ചെയ്യാണ്, അവിടെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, with the standard costing the employees are well aware of the set standards, so they always try to meet the standards. എന്താണ് നമ്മളവിടെ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിനെ കുറിച്ചിട്ട് എംപ്ലോയീസിനൊരു വെൽ അവെയർ ഉണ്ടായിരിക്കണം. അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണ, അതിനെക്കുറിച്ചുള്ള അറിവ് അവർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, അവർ ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുള്ളൂ. ഓക്കെ, ദിസ് ഹെൽപ്സ് ടു മീറ്റ് ദ എംപ്ലോയീസ് ടു helps the employees to meet the standards. അവിടെ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള കാര്യങ്ങളാണുള്ളൂ. അതായത് എംപ്ലോയീസിന് എന്തുണ്ടായിരിക്കണം, ആ ഒരു ഓർഗനൈസേഷനിൽ ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ഒരു വെൽ അവെയർ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ എംപ്ലോയീസ് ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ വേണ്ടി, ആ ഒരു സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് മാനേജ്മെൻറ്റ് ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ദ സ്റ്റാൻഡേർഡ്സ് ഷുഡ് ബി ഫോളോഡ് ബൈ എവറി എംപ്ലോയി വർക്കിംഗ് ഇൻ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻ ദീസ് വേ വേസ്റ്റേജസ് ഓഫ് റോ മെറ്റീരിയൽസ് വിൽ ഡിക്രീസസ് വിച്ച് അൾട്ടിമേറ്റ്ലി റിസൾട്ട്സ് ഇൻ ഹൈ പ്രോഫിറ്റ്. എന്താണ് മാനേജ്മെൻറ്റ്, അതായത് ഓരോ എംപ്ലോയീസും അവിടെയുള്ള ഓർഗനൈസേഷനിലെ ഓരോ എംപ്ലോയീസും ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് അവർക്കുണ്ട്, അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുക എന്നുള്ളത് എന്ത് ചെയ്യണം, ഓരോ മാനേജേഴ്സും അത് എൻഷുർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ വരുന്ന വേസ്റ്റേജ് ഓഫ് റോ മെറ്റീരിയൽസൊക്കെ നമുക്ക് മാക്സിമം കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതായത് ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കാനും അതുപോലെ അവിടെ വരുന്ന വേസ്റ്റേജസ് മാക്സിമം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ എന്നാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ,
then the management can decide whether or not action is needed and if the what should be done. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേരിയൻസസ് അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മാനേജേഴ്സ് തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. അതായത് നമ്മൾ ആ വേരിയൻസസിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നടത്തണം. അതായത് സൂപ്പർവൈസേഴ്സും ഇവിടെ പറയുന്നുണ്ട് റീസൺസ് ഫോർ ദ വേരിയൻസ് ഷുഡ് ബി ഡിറ്റർമൈൻഡ് ആൻഡ് പ്ലാൻസ് ഫോർ നെസസറി കറക്റ്റീവ് ആക്ഷൻ ഷുഡ് ബി മെയ്ഡ് ഐദർ ബൈ ഡിസ്കസിങ് പോസിബിൾ കോസസ് വിത്ത് ദി സൂപ്പർവൈസേഴ്സ് ഓർ ബൈ എക്സാമിനിങ് അണ്ടർലൈങ് ദി ഡാറ്റാസ് ഓർ റെക്കോർഡ്. അതായത് എന്ത് ചെയ്യണം, നമ്മൾ ആ വേരിയൻസസിനെ കുറിച്ചിട്ട് നമ്മുടെ പോസിബിൾ അതായത് സൂപ്പർവൈസേഴ്സോ അല്ലെങ്കിൽ എക്സാമിനിങ് അണ്ടർലൈങ് ദി റെക്കോർഡ്സ് ആ ഡാറ്റാസൊക്കെ റെക്കോർഡ്സും ഡാറ്റാസൊക്കെ എക്സാമിൻ ചെയ്യുന്നവരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ സ്റ്റഡി, അതായത് അവരെന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കണോ വേണ്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യണം, അവരവിടെ തീരുമാനങ്ങൾ എടുക്കണം. ഓക്കെ, then unless cost control is taken there is no utility for standard. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേരിയൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വേരിയൻസ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തണം അല്ലേ. ആ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, മാനേജേഴ്സ് അതിന് വേണ്ട കറക്റ്റീവ് റെമഡിയൽ മെഷേഴ്സ് അവിടെ എടുക്കണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. പിന്നെ ഫോർ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് വേരിയൻസസ് റിപ്പോർട്ട് ഷുഡ് ബി പ്രിപ്പയർഡ്. നമുക്ക് അങ്ങനെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, വേരിയൻസ് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം അല്ലേ. റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ പ്രിപ്പയർ ചെയ്ത റിപ്പോർട്ട് അതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്, വേരിയൻസ് റിപ്പോർട്ട് ബേസിക്കലി എയിം ടു ഇൻഫോം മാനേജേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഓപ്പറേഷൻസ് വെൻ ആക്ച്വൽ പെർഫോമൻസ് ഡിഫർ ഫ്രം ദി സ്റ്റാൻഡേർഡ്. അതായത് അത് മാനേജേഴ്സിന് ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് അവിടെ എയിം വരുന്നത്. അതായത് ആക്ച്വൽ പെർഫോമൻസും നമ്മുടെ സ്റ്റാൻഡേർഡും നമ്മൾ എന്തുണ്ട് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം. ദെൻ to be effective the report must be timely, accurate and clearly understood by the recipients. അതായത് നമ്മൾ കറക്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് എഫക്റ്റീവായിട്ട് കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യണം, ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ദെൻ ടൈംലി റിപ്പോർട്ടിങ് റിക്വയേഴ്സ് ഡെയിലി. അതായത് ടൈംലി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അവിടെ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി അങ്ങനെയൊക്കെ ആ ഒരു പെർഫോമൻസിൽ എന്ത് വരുന്നത്, അവിടെ ടൈംലി റിപ്പോർട്ടിംഗ് ആയിട്ട് പറയുന്നത്. ഓക്കെ, then the report mainly contains the area of deviations or variance, extent of deviation, causes of deviation, the persons held responsible for the deviation, etc. On the basis of this report, the authority can take measures to correct deviations. The standard costing helps in improving cost control through variance analysis. അതായത് നമ്മളങ്ങനെ റിപ്പോർട്ട് കറക്റ്റ് ടൈം നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതോറിറ്റിക്ക് കറക്റ്റീവ് ഡീവിയേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കറക്റ്റീവ് ആക്ഷൻസും കൂടെ എടുക്കാം. സോ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോസ്റ്റ് കൺട്രോളിംഗ് എന്നുള്ള ആ ഒരു ടെക്നിക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതായത് വേരിയൻസ് അനാലിസിസിലൂടെ എന്ത് നമുക്ക് പറ്റുന്നുണ്ട്, നമ്മുടെ കോസ്റ്റ് കൺട്രോൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഏതിൽ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേരിയൻസ് അനാലിസിസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് കൺട്രോൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ, അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് ആ ഒരു ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ല, അതൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ആദ്യം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. ദെൻ ആ സ്റ്റാൻഡേർഡ് നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് ഉണ്ടായ നമ്മുടെ കോസ്റ്റുമായിട്ട് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേരിയൻസസ് എറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേരിയൻസസ് എറൈസ് ചെയ്തതിൻ്റെ വേരിയൻസസ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ അതിനുശേഷം എന്ത് ചെയ്യും, അത് എറൈസ് ചെയ്യാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കും. അത് മാനേജേഴ്സിന് റിപ്പോർട്ട് ചെയ്യണം. അതിന് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മാനേജേഴ്സിന് അത് സബ്മിറ്റ് ചെയ്യണം. ദെൻ മാനേജേഴ്സ് എന്ത് ചെയ്യും, അതിലെന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അവരെന്ത് ചെയ്യും, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. എന്തൊക്കെയാണ് ഡീവിയേഷൻസിൻ്റെ മെഷർ ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം കോസ്റ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് തിയറി പോർഷൻസ് മാത്രമേ ഉള്ളൂ. സോ തിയറീൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ദെൻ പഠിക്കുക. ഓക്കെ, താങ്ക് യു.